ഹായ് ഫ്രണ്ട്സ്, ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എന്താണ്, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്ന് ഞങ്ങളൊരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് കാണിക്കാം. ആദ്യം നമുക്ക് മാങ്ങ തന്നെ, മാമ്പഴ പുളിശ്ശേരി പറയുമ്പോൾ മാങ്ങയാണല്ലോ മെയിനായിട്ട്. അപ്പോൾ മാങ്ങ ഉണ്ട്, പിന്നെ അതിൽ കുറച്ച് ആവശ്യത്തിന് ശർക്കര വേണം, പിന്നെ തൈര്, നാളികേരം, പിന്നെ വറുത്തിടാൻ കടുക്, മുളക്, കറിവേപ്പില. അപ്പോൾ ആദ്യം നമുക്ക് മാമ്പഴം ഒന്ന് തൊലിയൊക്കെ കളഞ്ഞെടുക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ മാങ്ങയൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം ഇതൊക്കെ ഒന്ന് ചട്ടിയിലേക്ക് ഇട്ടിട്ട് പാകത്തിന് വെള്ളം ഒഴിക്കണം കേട്ടോ. ഇത് വെച്ചിട്ട് വെള്ളം, അപ്പോൾ ഞാൻ ഇത് ചട്ടിയിൽ കുറച്ച് വെള്ളം ഒഴിക്കട്ടെ ഇതിലേക്ക് കേട്ടോ. വെള്ളം ഒഴിച്ച് പിന്നെ കുറച്ച് ഉപ്പിടുക, ഒരിത്തിരി, ഇപ്പോൾ ഒരിത്തിരി മതി, പിന്നെ വേണേണ്ട കേട്ടോ. ഒരിത്തിരി ഉപ്പ് ഇടുക, അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. മഞ്ഞൾപ്പൊടി ഇട്ട് ഇനി ഇത് നല്ലോണം ഒന്ന് മാങ്ങയ്ക്കൊന്ന് വേവിക്കാണ്ട് വെക്കട്ടെ ഗ്യാസിൽ. ഞാൻ ഇതൊന്ന് മൂടി വെക്കട്ടെ. മൂടി വെച്ചിട്ട് ഇനി നമുക്ക് തേങ്ങ ചിരവാനൊക്കെ ഉണ്ട്. തേങ്ങ ഞാനൊന്ന് അരച്ചെടുക്കട്ടെ കേട്ടോ. മാങ്ങ ഗ്യാസിലിരുന്ന് തിളക്കിനുണ്ട്, ഫ്ലേവറായിണ്ട്. അപ്പോഴേക്കും ഇതൊന്ന് അരച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മളെ മാങ്ങ വെന്തിട്ടുണ്ട് കേട്ടോ. മാങ്ങ ഇതാ നന്നായി വെന്ത് ഉടഞ്ഞുണ്ട്, ശരിക്കും ഇതായിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് നമ്മൾ മധുരത്തിന് ആവശ്യമായ ചെറിയ മധുരം മതി, അപ്പം അതിനുള്ള ശർക്കര ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി അതൊന്ന് മെൽറ്റായി വരട്ടെ. ശർക്കര ഇതിൽ നന്നായി മെൽറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മളെ അരപ്പ് ചേർക്കട്ടെ. നാളികേരം ഞാൻ ജീരകമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ആവശ്യമുണ്ടെങ്കിൽ ജീരകം ചേർക്കാം. ജീരകവും ചെറിയ ഉള്ളിയൊക്കെ ചേർത്തിട്ട് ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കി. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ ഇതാണ് കൂടുതൽ ടേസ്റ്റായി തോന്നിയത്. അത് കാരണമാണ് ഇത് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളക്കട്ടെ. എന്നിട്ട് നമുക്ക് തൈര് ഒഴിക്കാൻ കേട്ടോ. ഇത് നല്ല തിളച്ചിട്ടുണ്ട് കേട്ടോ, നാളികേരം ഒഴിച്ചത്. ഇനി അതിലേക്ക് തൈര് ഒഴിക്കണേ. തൈര് വല്ലാതെ തിളയ്ക്കണ്ട. തൈര് ഒഴിച്ചിട്ട് ഒന്ന് ചെറുതായിട്ട്, തൈര് വല്ലാതെ തിളയ്ക്കുമ്പോൾ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും. അപ്പോൾ ഒന്ന് ചെറുതായിട്ട് ഒന്നങ്ങോട്ട് തിളച്ചിട്ട് എടുക്കുക. തൈരൊന്ന് ഇതാ ചെറുതായിട്ടൊന്ന് തിളവരുണ്ടേ. അപ്പോൾ ഞാൻ ഇറക്കി വയ്ക്കുകയാണ്. അത് മാറ്റി വെച്ച് ഞാൻ വറുത്തിടണം നമുക്ക് കേട്ടോ. ചട്ടി ഇതാ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിക്കാനേ. കുറച്ച് മതി. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. ഇത് നന്നായി പൊട്ടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ മുളക് ഇട്ട് കൊടുക്കുകയാണ്. മുളകിട്ട് ഒന്നുകൊണ്ട് ചൂടായ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്യണേ. ഇനി ഇത് നമുക്ക് നമ്മളെ മാമ്പഴ പുളിശ്ശേരിക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതാ കണ്ടില്ലേ, നല്ല കൊഴുപ്പുള്ള മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞങ്ങളെ വീഡിയോ ഒക്കെ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും പറയാനുള്ളതൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.